നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് സോയിൽ എയർ കൂളറിൻ്റെ ഒരു റിവ്യൂ ആണ്. കുറേ നാളായി ഞാനിത് വാങ്ങിച്ചിരിക്കുകയാണ്. ഹാർഡ്ലി ഒരു 10-11 മാസമൊക്കെ കഴിഞ്ഞു തോന്നുന്നു, ഒരു കൊല്ലമായി തോന്നുന്നു. അപ്പോൾ ഇതുവരെ എനിക്ക് റിവ്യൂ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. അതിപ്പോൾ അമ്മയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അമ്മ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ രാവിലത്തെ സമയത്ത് ചൂടുള്ള സമയത്ത് നമ്മൾ ഹോളിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഈ സോയിൽ എയർ എന്നുള്ള ഈ എയർ കൂളർ ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിയുന്നതും ഞാൻ പോകുന്നതും. ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ എടുത്തൊരു വീഡിയോ ആണത്. പക്ഷെ ആ വീഡിയോ വളരെ നല്ല രീതിയിൽ പോവുകയും അദ്ദേഹത്തിന് നല്ല രീതിയിൽ സെയിൽസ് കിട്ടുകയും, പക്ഷെ അദ്ദേഹം അത് അത്രയും പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സ്റ്റോക്സൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വീഡിയോ വന്ന് പെട്ടെന്ന് അത് സെയിലാവുകയും ചെയ്തു. അപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്യൂ, ഇത് തട്ടിപ്പാണോ, അല്ലെങ്കിൽ ഇതിൽ പായൽ വരുമോ, പൂപ്പൽ വരുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ സോയിൽ എയർ കൂളർ എന്ന് പറയുന്നത് മറ്റുള്ള കൂളറിനെക്കാട്ടും കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ അന്ന് ആ വീഡിയോ കണ്ട പോലെ ക്ലേ ആണ് ഇതിൻ്റെ ഉള്ളിൽ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ ക്ലേയിലൂടെ ഒഴുകി വരുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് നമുക്ക് ലഭിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഈ സോയിൽ എയർ കൂളർ കമ്പയർ ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു ഫാനായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, നോർമൽ എയർ കൂളറായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഫാനാകുമ്പോൾ ചൂട് കാറ്റാണ് വരിക, ഇത് ചൂട് കാറ്റല്ല, അത് തണുത്ത കാറ്റ് വരണു എന്ന് മാത്രം. പിന്നെ അതേപോലെ ഇത് ഉദ്ദേശം കറണ്ട് ചാർജൊക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 1 യൂണിറ്റോ 1.5 യൂണിറ്റൊക്കെയാണ് 10 മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ വരണത്. എനിക്ക് തോന്നുന്നു 2 യൂണിറ്റ് തന്നെ കൂട്ടിക്കോളൂ ഒരു ദിവസം ഇട്ടാൽ. അതിന് മേലെ ഒന്നും വരണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കറണ്ട് കാശൊക്കെ അങ്ങനെ തന്നെ നോർമലായിട്ട് തന്നെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ AC യൂസ് ചെയ്യണതിൻ്റെ അത് സെപ്പറേറ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ സോയിൽ എയർ കൂളറിൻ്റെ ഫംഗസ് ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ മാസവും ഇത് ക്ലീൻ ചെയ്യാറുണ്ട്, പുറകുവശമൊക്കെ ക്ലീൻ ചെയ്യും. കാരണം യൂസ് ചെയ്യുന്ന ആ രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ തുടക്കം തന്നെ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പിന്നെ സൗണ്ട് ഒരു നോർമൽ സൗണ്ട് തന്നെയാണ്, അങ്ങനെ വലിയൊരു സൗണ്ട് എന്നൊന്നും പറയാനില്ല. ആ മോട്ടർ പ്രവർത്തിക്കുമ്പോഴുള്ള ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു സൗണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മണമൊന്നും അങ്ങനെ വരുന്നൊന്നുമില്ല, കാരണം ഫംഗസോ അങ്ങനെ. പക്ഷേ എന്ത് സാധനം നമ്മൾ വാങ്ങിയാലും പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ മന്ത്ലി നമ്മൾ വൺസ് ക്ലീൻ ചെയ്യുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡസ്റ്റ് ഒന്നും കയറാതെ നോക്കുക. നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കണ പോലെ ഇരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ വളരെ കാര്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇന്നേ വരെ ഒരു മോശം അഭിപ്രായം വന്നിട്ടില്ല. എനിക്കെന്നല്ല, എൻ്റെ വീട്ടിലായിരിക്കും. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ സോയിൽ എയർ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളില്ല. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തന്നെയാണ്, ക്യാബിനറ്റ് തന്നെയാണ്. അത് എനിക്ക് കുഴപ്പമില്ല, വളരെ ക്യൂട്ടായിട്ട്, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല ഒതുങ്ങിയ ഒരു മോഡലായിട്ടാണ് എനിക്ക് സോയിൽ എയറിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം മഞ്ജുവിനും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അപ്പം മഞ്ജുവിൻ്റെ വാക്കും കൂടെ കേൾക്കാം. കൂടാതെ നമുക്ക് ഞങ്ങളിതിൻ്റെ പുറകിൽ തുറന്ന് കാണിക്കാം. പുറകുവശത്താണ് ക്ലേ പാഡ് ഉള്ളത്, അതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ റിവ്യൂ വീഡിയോ ആണ്. സോയിൽ എയറിന്റെ ഈ കൂളറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ കളിമൺപാടിലൂടെ വെള്ളം വരുന്നത് കൊണ്ടായിരിക്കണം നല്ല കുളിർമയുള്ള ഒരു കാറ്റാണ് ഇതിന് കിട്ടുന്നത്. അതുപോലെ ഇതിപ്പോൾ ഒരുപാട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഹോളിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചേക്കുന്നത്. സാധാരണ ഡെയിലി അമ്മ യൂസ് ചെയ്യുന്ന ഒരു കൂളറാണ്. ഡേ ടൈമിൽ നമ്മളിവിടെ ഹോളിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ നമുക്കിത് മൂവ് ചെയ്യാനും, ഇപ്പോൾ ഇതിൽ വീലുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു ഹോളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. ഈ കൂളർ വെച്ചിരിക്കുമ്പോൾ നമ്മൾ AC ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ജനലും അതിലൊക്കെ അടച്ചിട്ടുള്ള പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കരുത്. കുറച്ചൊരു എയർ പാസേജ് വേണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വാതിലൊക്കെ തുറന്നിട്ടാണെങ്കിലും, ഇപ്പോൾ AC ആകുമ്പോൾ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യുക. അതുപോലെ AC-ക്ക് കറണ്ട് ചാർജ് കണ്ടമാനം വരും. ഇതെനിക്ക് തോന്നുന്നു 1 യൂണിറ്റ് 1.5 യൂണിറ്റ് കൂടുതൽ കറണ്ട് ചാർജ് വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ AC നല്ല ചൂടുകാലത്ത് മാത്രമേ AC നമ്മളുടെ ഒരു റൂമിൽ ഉപയോഗിക്കുന്നുള്ളൂ. അമ്മ ഫുൾ ടൈം കൂളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ, വെന്റിലേഷൻ ഒരു മാറ്റിയിട്ട് ഇതാണ് ആ ക്ലേ പാഡ് വരുന്നത്. ഈ ക്ലേ പാഡാണ് മാക്സിമം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് കാണാം, വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാം, ഇറ്റിറ്റായിട്ട് വീഴുന്ന കാണാം. സിമ്പിൾ കാര്യമാണ്, പക്ഷെ അത് മിസ്റ്റർ ജയേഷന് അത് അഡാപ്റ്റ് ചെയ്തു, അങ്ങനെ പ്രോഡക്റ്റായിട്ട് ഇറക്കിയെന്ന് മാത്രം. നമ്മളിപ്പോൾ മന്ത്ലി വൺസൊക്കെ ക്ലീനിങ് ഉള്ളൂ. അപ്പോൾ ചെറിയ ഡസ്റ്റൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോറൂം കണ്ടീഷനിലല്ലല്ലോ നമ്മൾ ഇരിക്കുക. ഇത് റിയൽ ലൈഫിലെ കാര്യങ്ങളല്ല. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലേ പാഡും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഇവിടെ സാധാരണ കൂളറിന് വരുമ്പോൾ ഇതിലൊരു ഹണി കോംബ് ആയിരിക്കും. ഇതിന് പകരം ഇതിൽ
ഇങ്ങനത്തെ ക്ലേ പാഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാറ്റിന് നല്ല കുളിർമയുള്ളത്. ഈ ക്ലേ പാഡിലൂടെ വരുന്ന വെള്ളമായതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോയിൽ എയറിൻ്റെ റിവ്യൂവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മോശം ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മിസ്റ്റർ ജയേഷിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഐഡിയ പ്രകാരം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധാരണ ഒരു എൻ്റർപ്രണറാണ്, എന്താ പറയുക തുടക്കക്കാരനായിട്ട് കയറി വരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കൂ കേട്ടോ. ഞാൻ ഫോൺ നമ്പറൊക്കെ ജയേഷിൻ്റെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.